Hey my angels, and Aishwarya, and welcome to our channel Blush with Ash, and welcome to yet another vlog. And എന്റെ മുടി കണ്ടിട്ടൊന്നും പേടിക്കണ്ട കേട്ടോ, ഞാനിത് എന്താ പറയാ ഹെയർ ഒക്കെ കളിയാൻ വേണ്ടി കെട്ടി വെച്ചേക്കാണ്. അപ്പൊ തന്നെ അറിയാലോ എവിടെയെങ്കിലും പോവാണെന്ന്. അപ്പൊ ഇന്ന് സൺഡേ ആണ്, 8th of December ആണ്. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് ഗൂഗിൾ ഓഫീസിൽ ഒരു യൂട്യൂബ് ക്രിയേറ്റർ കളക്റ്റീവ് ഉണ്ട്. എനിക്കൊന്ന് ഒരു വർഷത്തിൽ 2 തവണ എന്തായാലും ചെയ്യാറുണ്ടെന്നാണ് എന്റെ ഓർമ്മ. നമ്മൾ ഈ വർഷം തന്നെ 2024 ജൂണിൽ നമ്മൾ ഇവിടുത്തെ ഗൂഗിൾ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻസ് യൂട്യൂബ് ക്രിയേറ്റർ കളക്റ്റീവ് ആയിട്ട് നമ്മൾ പോയ കാര്യമാണ് കേട്ടോ പോകുന്നത്. അപ്പൊ ഇതിപ്പോ 2ാമത്തതാണ്. അല്ലാണ്ട് നമുക്ക് വേറെ വർക്ക്ഷോപ്സ് വരും, ഡിസ്കഷൻസ് വരും, വേറെ എന്തെങ്കിലും വർക്ക്ഷോപ്സ് വരുമ്പോഴാണ് നമ്മൾ അന്ന് ഡൽഹി പോയത് കഴിഞ്ഞ മാസമൊക്കെ. അങ്ങനെ വേറെ പരിപാടികൾക്ക് വേണ്ടി പോയത്. പുതിയ ഫീച്ചർ വരുമ്പോൾ അതിന്റെ വർക്ക്ഷോപ്പിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷം ഡൽഹിയിൽ പോയത്. അപ്പൊ ഇന്ന് നമ്മൾ യൂട്യൂബ് ക്രിയേറ്റർ കളക്റ്റീവിനാണ് പോണത്. ഈ പ്രാവശ്യത്തെ ക്രിയേറ്റർ കളക്റ്റീവിന് ആക്ച്വലി കുറച്ച് ഭയങ്കര ഫുൾ ഡേ പരിപാടിയാണ്. അത് 10:30 തൊട്ട് 6 o'clock വരെ എന്താ പരിപാടിയുണ്ട്. എന്തൊക്കെയാണ് നടക്കാൻ വേണ്ടി പോകണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ ബിക്കോസ് ഫുൾ ഡേ ഒന്നും ഞാൻ അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഫുൾ ഡേ പോകുന്നത്. അപ്പൊ നമ്മള് ജൂണിൽ പോയ അതേ ആ സെയിം ഓഫീസിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ മാസം ഞാൻ പോയ അവിടെ അല്ല, വേറെ അടുത്താണ് പോണത്. അപ്പോൾ ഞാൻ വേഗം റെഡി ആവാൻ വേണ്ടി പോവാണ്. ഞാൻ ലേറ്റ് ആണ് ഓൾറെഡി. സൺഡേ ആയതുകൊണ്ട് നമ്മൾ എണീറ്റപ്പോഴും വൈകി, ഭക്ഷണം കഴിച്ചപ്പോഴും വൈകി. അപ്പൊ ഇനി പടപടയെന്ന് റെഡി ആയാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഓഫീസിലെത്താൻ പറ്റുള്ളൂ. 10:30 അവിടെ എത്തണം. അപ്പൊ അതിന് അങ്ങനെയാണെങ്കിൽ 9:45 കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പൊ ഓൾറെഡി 9:15 കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഷടപട എന്ന് റെഡി ആയാൽ മാത്രമേ നമുക്ക് അതിനുള്ള സമയം കിട്ടത്തുള്ളൂ. അപ്പൊ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവരെ കാണിക്കണം എന്ന് ആഗ്രഹമുള്ള, പക്ഷെ എനിക്ക് സമയമില്ല. ഇറങ്ങുന്ന മുന്നേ ഞാൻ കാണിച്ചുതരാം. ബിക്കോസ് 2 ലേറ്റ് ആണ് ഞാൻ. ഓക്കെ, അപ്പൊ ഞാൻ വേഗം പടപടയെന്ന് റെഡി ആവട്ടെ. യെസ്, അങ്ങനെ ഞങ്ങൾ 10 മണി പോയി ചേർപ്പിട്. 10 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പടപടയെന്ന് റെഡി ആയിട്ടിരിക്കുകയാണ്. ക്യാബ് നോക്കിയിട്ട് കിട്ടുന്നില്ല. അപ്പൊ അവന്റെ ഏട്ടനെ കൊണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടെ ചെറുതും എന്നെ ഡ്രോപ്പ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ ഇതാണ് എന്റെ ഡ്രസ്സ്. ഒരു ഡെനിം സ്കേർട്ടും ഒരു ടോപ്പും ആണ് എന്റെ ഇന്നത്തെ ഡ്രസ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം ഇറങ്ങാം. മോതിരം പിന്നീടാ, ചെല്ല് ചെരുപ്പിട്, വേഗം ചെരുപ്പിട്. കറക്റ്റ് ആ ഗൂഗിൾ ഓഫീസ് തന്നല്ല എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് മാപ്സിനകത്ത് കൺഫേം ചെയ്തിട്ട് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോ വാവ എവിടെയാ പോണേ? എവിടെ പോണടാ? എവിടെ പോണു? മമ്മനെ ഡ്രോപ്പ് ചെയ്യാൻ പോവാണോ? ഓ സൂപ്പർ. എന്റെ അമ്മ ആണോ ഗൂഗിൾ ഓഫീസിൽ പോണ്ടോ? നീയാണോ മമ്മ? ഇപ്പൊ അങ്ങനെയാ? ആയിക്കോട്ടെ, വേഗം വണ്ടി കയറ്. ട്വിസ്റ്റ് ഞാൻ 2 ആപ്പിൻ്റെ അകത്ത് ക്യാബ് നോക്കിയിട്ടുണ്ട്. ഒന്ന് ഊബർ, പിന്നെ ഇവിടെ നിന്ന് അമ്മയാത്രി പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ ഊബർ ക്യാൻസൽ ചെയ്തു. അമ്മയാത്രിക്കൊന്നും കാണിച്ചില്ല, ഞാൻ ക്ലോസ് ചെയ്ത് കളഞ്ഞു. പക്ഷെ ക്യാൻസൽ ആയില്ല. ഞങ്ങൾ പാർക്കിങ്ങിൽ നിന്ന് പുറത്തിറങ്ങിയത് ക്യാബ് ഡ്രൈവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവിടെ മുതലേ ക്യാബിൽ കയറി പുറത്തിച്ചു. വെറുതെ അവിടെ വരെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ, തിരക്കായിരിക്കും എങ്ങനെ വന്നാലും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഭാഗ്യത്തിന് നമ്മൾ എക്സിറ്റിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഡ്രൈവർ വരാൻ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ക്യാബിലേക്ക് കയറി. ഞാൻ വാവനൊന്ന് കറക്കി വെക്കുന്നുണ്ട്. അവർ വാവനൊന്ന് കറക്കാൻ വേണ്ടി കൊണ്ടുപോയിക്കണം. പിന്നെ നമുക്ക് നേരെ ഗൂഗിൾ ഓഫീസിലേക്ക് പോകാം. അവിടെയാണ് കേട്ടോ. നമ്മളങ്ങനെ ഗൂഗിൾ ഓഫീസിൻ്റെ ക്യാമ്പസിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. കറക്റ്റ് സമയത്ത് എത്തിയിട്ടാണ്. 10:30 എത്തി. 10:30 തൊട്ട് നമുക്ക് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഇരിക്കുള്ളൂ. നമ്മുടെ നാട്ടിൽ നിന്ന് ക്രിയേറ്റേഴ്സ് ഉണ്ട് കേട്ടോ, പരിചയമുള്ള ക്രിയേറ്റേഴ്സ് ഉണ്ട്. ആരൊക്കെയാണെന്ന് കുറച്ച് പേരെ എനിക്ക് അറിയുള്ളൂ. വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും പോയിട്ട് രജിസ്റ്റർ ചെയ്ത് ഇവിടെ എൻ്റർ ചെയ്തിട്ട് അകത്തേക്ക് കയറാം. ഓക്കെ, മെയിൻ എൻട്രൻസിൻ്റെ ചെക്കിനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗൂഗിൾ ഓഫീസിൻ്റെ അകത്തേക്ക് വന്നിട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് രജിസ്ട്രേഷൻ ഉണ്ട്. നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ ഓൾറെഡി എൻറ്റേർഡ് ആയിരിക്കും. ബിക്കോസ് നമ്മൾ ഓൾറെഡി അപ്രൂവലും ഇൻവിറ്റേഷനും കിട്ടിയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ കയ്യിൽ ടാഗൊക്കെ തരും. ആൻഡ് ഓൾസോ ഗസ്റ്റിൻ്റെ ഒരു ടാഗും കൂടി തരും കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അത് നമ്മൾ തിരിച്ച് മീൻസ് ഇറങ്ങില്ലേ, അപ്പോൾ നമ്മൾ തിരിച്ച് കൊടുക്കാൻ വേണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടിയതിന് ശേഷം പിന്നെ ചെറിയൊരു കുഞ്ഞ് ഗൂഗിൾ ടൂർ തരാമെന്ന് വിചാരിച്ചു. ഇവരുടെ എൻട്രൻസ് ഒക്കെ ഭയങ്കര നമ്മുടെ പണ്ടത്തെ കുറേ സാധനങ്ങൾ, അതായത് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കാസറ്റ്സ്, CDs, ഫ്ലോപ്പീസ്, മിറേഴ്സ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടല്ലോ, പണ്ടത്തെ സാധനം. അതൊക്കെ അവരിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കുറേ സിനിമയുടെ പോസ്റ്ററുകൾ, പണ്ടത്തെ മെയിൻ സംഭവങ്ങൾ. പിന്നെ ഇങ്ങനെ ബോക്സ് ഓഫീസ് പോലെയാണ്, മീൻസ് തിയേറ്ററിൻ്റെ ഓരോ ഇതുമാതിരിയാണ് അവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഒരു ചെറിയ ടൂർ കേട്ടോ ഗൂഗിൾ ഓഫീസിൻ്റെ. നമ്മൾ രജിസ്ട്രേഷനൊക്കെ ചെയ്തിട്ട് അകത്ത് കയറിയിട്ടുണ്ട്. ഐ തിങ്ക് വി ആർ ടു ഏർലി. നമ്മൾ കുറച്ചധികം നേരത്തെയാണെന്ന് തോന്നുന്നു.
ഇവിടെ കുറച്ച് ക്രിയേറ്റേഴ്സ് ഉള്ളു. അന്ന് ഞാൻ വന്നപ്പോഴത്തേക്കും കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഉണ്ട് കേട്ടോ, വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് മലയാളി ക്രിയേറ്റേഴ്സൊക്കെ ഉണ്ട്, പരിചയമുള്ളവരൊക്കെ ഉണ്ട്. എല്ലാവരും രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഞാനിങ്ങോട്ട് പോകുന്നു, രജിസ്റ്റർ ചെയ്തിട്ട് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങോട്ട് പോകുന്നു. അപ്പോൾ എല്ലാവരും വന്നിട്ട് പരിചയമുള്ളവർ കുറേ പേരുണ്ട്. അപ്പോൾ വന്നിട്ട് എല്ലാവരും വ്ളോഗിൽ കാണിക്കാം. അപ്പോൾ ഇതാണ് സംഭവം. ഇതാണ് ഇവിടുത്തെ വൺ ഓഫ് ദി ഗൂഗിൾ ഓഫീസസ്. നമ്മൾ മറ്റേ ജൂണിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇറ്റ് വാസ് നൈസ്. അന്ന് അധികം മലയാളി ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു, ഞാനും വേറൊരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇത്തവണ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാസും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ കിട്ടി. ഇനി നമുക്ക് റിഫ്രഷ്മെൻറ്റ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്, അതിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് ടയേർഡ് സത്യം പറഞ്ഞാൽ. എനിക്ക് ഒരു 2 ആഴ്ചയായിട്ട് കോൾഡും ചുമയൊക്കെ ആയിട്ടേ സെറ്റാവണില്ല. കോൾഡ് ചുമ മാറണേ ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇരിപ്പുണ്ട്. ഓക്കെ, നമുക്ക് കുറേ ആൾക്കാർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പുറത്ത് നിൽക്കുകയാണ്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. സോ ഞാനിപ്പോൾ അകത്തേക്ക് കയറണം. നമുക്കിവിടെ കയറി കഴിഞ്ഞിട്ട് റിഫ്രഷ്മെൻറ്റ്സ് ഉണ്ട്. സോ നമുക്കത് പോയിട്ട് എൻജോയ് ചെയ്യാം. അതാണല്ലോ നമുക്ക് വൺ ഓഫ് ദി മെയിൻ സാധനം. ഓ, ദിസ് ഇസ് നോത്തിങ്. ഇതാണ് ഇവരുടെ പാൻട്രി. ഗസ്റ്റിനുള്ള പാൻട്രി ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെയാണ് നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ആൻഡ് എൻജോയ്. നമുക്കിവിടെ റിഫ്രഷ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ചിക്കൻ സാൻഡ്വിച്ചാണ്. പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ട്രഫിൾ വിത്ത്, ഞാനൊരു ടീ കുടിച്ചില്ലായിരുന്നു വീട്ടിൽ നിന്ന്, അപ്പോൾ ടീ കുടിക്കാമെന്ന് ചോദിച്ചു. അതിന് എൻ്റെ കൂടെ 2 ക്രിയേറ്റേഴ്സ് ഉണ്ട്. പറയൂ, ഹായ് പറയൂ രണ്ടുപേരും. ഹായ്, പേര് പറയൂ, ചാനൽ പറയൂ. ഞാൻ നിഷാസ് ഡ്രീംസ് ആണ് ചാനൽ. അടിപൊളി. മെറിൻ ഇവിടെ ബാംഗ്ലൂർ തന്നെ. അതെ, ക്രാഫ്റ്റ് വീഡിയോസ് ആണ്. അടിപൊളി. ഞാൻ കൊച്ചിയാണ് സെറ്റിൽഡ്. ദുബായിലായിരുന്നു, സൂപ്പർ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ വന്ന ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഇനിയും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇനിയും കയറാനുണ്ടല്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് കഴിക്കാം. മക്കളെ, എന്തുണ്ട് വിശേഷം? അതെ, എന്ത് സാധനം? പറയൂ പറയൂ പറയൂ. അയ്യോ, എനിക്ക് ഔട്ട്ഫിറ്റ് ആയി വീഡിയോ എടുത്തരണേ. മറ്റേ ഗെറ്റ് റെഡി വിത്ത് മീ ലാസ്റ്റ് ഇടാൻ കിട്ടിയിട്ടില്ല, സമയം കിട്ടില്ല, ധൃതി പിടിച്ച് ഓടിയവർ. പ്ലം കളർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നമ്മള് കണ്ടതാ. അപ്പൊ വ്ളോഗ് എടുത്തില്ലടാ, പറയടാ. ഇവന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത്തിരി കൂടി പൊക്കം എക്സ്പെക്ട് ചെയ്തു. നിനക്ക് പൊക്കം എക്സ്പെക്ട് ചെയ്തു? ആ, എടാ നീ നമ്മൾ ആദ്യമായിട്ടാണോ കാണാണോ? അല്ലല്ലേ, നീ ചെറുതായാ? നമ്മൾ മറ്റേ ഞങ്ങളൊന്ന് എടുത്ത് തരുമോ? മറന്ന് അല്ല, കറുപ്പിന് പൊക്കം കൂടുതലാ. ഔട്ട്ഫിറ്റ് എടുക്കണമല്ലോ അല്ലേ? എന്തായാലും എടുത്തു. നീ എടുക്കാൻ വേണ്ടയോ? അയ്യോ സോറി. നമ്മളുടെ ഏകദേശം ഒരേ ഡ്രസ്സിനാ കളർ. എടാ ഞാൻ ഇവിടെ തൊട്ട് എനിക്ക് അങ്ങനെ ഞാൻ ആലോചിച്ചു വരുന്നുണ്ടോ ഇല്ലയോ. എന്നെ ഒന്ന് വിളിച്ചാൽ പോരായിരുന്നില്ല, വീട്ടിലേക്ക് വന്നുകൂടായിരുന്നു. എനിക്ക് ആരൊക്കെ വരുന്നുണ്ടെന്ന് അറിയില്ല. ഇന്നലെ അനുഭവം പറഞ്ഞത് ഞാൻ കുറച്ചധികം ഓട്ടത്തിലേക്ക് വന്നാൽ മതിയായിരുന്നില്ല വീട്ടിലേക്ക്. ഓക്കെ, നെക്സ്റ്റ് ടൈം. ഹായ്, വി ഹാവ് മോർ മലയാളീസ്. ഓടി വന്നു. ഇവന്റെ ഫാനാണ് ഞാൻ. എടാ നിങ്ങളുടെയൊക്കെ ഫാനാണോ? ഫാനൊന്നും ആയിക്കോട്ടെ. ഇല്ല, ഇവന് ആക്ച്വലി ഇവനെ ഫോളോ ചെയ്യണതാണ്. ഇവന്റെ കോണ്ടന്റ്, ഇവന് കോമഡി കോണ്ടന്റ് ആണ്. ഇവൻ മോനു ആണ്. വൈൻസ് ഓഫ് മോനു അല്ലേ? വൈൻസ് ഓഫ് മോനു. പക്ഷെ എന്റെ പേര് വന്നിട്ട് റോബിൻ ആണ് കേട്ടോ. അപ്പൊ ഇവനെ ഞാൻ ഇവിടെ കണ്ടിട്ട് എനിക്കിവനറിയാം. ഞാൻ ഓടി. അതെ, നമ്മൾ കുറെ ക്രിയേറ്റേഴ്സ് കാണുമ്പോൾ പേര് എന്റെ തലയിൽ നിൽക്കുക. അതായത് പേര് വീക്കാണ് ഞാൻ ഭയങ്കര. അപ്പൊ ഞാൻ വന്ന് സംസാരിച്ചു, ഭയങ്കര ഫാനാണ് അവന്റെ. ഇവന്റെ നമ്മൾ കാണും, ശരിക്കും ഷെയർ ചെയ്യും. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക്. അതെ, ഞാൻ ലൈക്ക് അടിക്കും, കമന്റ് അടിക്കും. ഞാൻ ഭയങ്കര ഹാർഡ് കോർ ഫോളോ. പറയൂ പറയൂ പറയൂ. വഴക്കിട്ട് പോയല്ലേ? ഇല്ല, പറയൂ, കേക്കട്ടെ. ക്രിയേറ്ററിനെ പറ്റി പറയൂ. ഞാൻ ചെയ്യുന്ന ക്രിറ്റിസിസം, ഇൻഫർമേഷൻ, അതുപോലെ തന്നെ ന്യൂസ്. ഞാൻ കണ്ട്, എനിക്കറിയാം. ചാനലിന്റെ പേര് എന്റെ പേരിലും
ഞാൻ നിന്റെ ചാനലിന്റെ പേരാണ് ചോദിക്കുന്നത് കുറെ നേരമായിട്ട്. ക്രിട്ടിക്സോ? ഞാൻ മോനെ ഒരു ബന്ധുക്കളായി. എവിടെ മോനെ ഒരു ശരിക്കും നോയൽ പറയും. നോയല് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും അറിയും. അതിൽ കൂടുതലൊരു 20 വയസ്സിന് താഴെ കൂടുതൽ വീഡിയോസ് കാണാം. എന്താണ് ഞാൻ കാണാത്ത? ചേച്ചിയുടെ ഏജ് പറഞ്ഞപ്പോ ഞാൻ 26 പറഞ്ഞിട്ടുള്ളൂ. അതോടെ ഞാൻ ഇവനെ എന്റെ സ്വന്തം അനിയനെടുത്ത് ദത്തെടുത്തു. അതെ, മുത്താണോ മുത്ത്? അങ്ങനെ അപ്പൊ എന്റെ വീഡിയോസ് കാണാറുണ്ടെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തോളൂ. യെസ്. വന്നു എന്റെ ഷെൽമി മോൾ വന്നു. ഞാൻ ഭയങ്കര ഒരു ടെൻഷനിലായിരുന്നു. ഹസ്ബൻഡിലേക്ക് കയറ്റി. ആക്ച്വലി 2 ചാനലുണ്ട്, ഒരു ഹിന്ദി ചാനലുണ്ട്, ഒരു മലയാളം ചാനലുണ്ട്. മലയാളം ചാനൽ എന്റെ എനിക്ക് കയറ്റി കിട്ടും. ഹസ്ബൻഡിനെ കയറ്റി വിടാനായിട്ട് ഇത്തിരി ടെൻഷൻ. അതെ അതെ. അപ്പൊ പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. വരുന്നതുമല്ലേ ചാനലിൽ. അപ്പൊ പിന്നെ പ്രശ്നമില്ല. പ്രശ്നമില്ലല്ലോ. ടൈം എടുത്തു. അവിടെ കുറച്ചെന്തോ രണ്ടും സെയിം പേരിലായപ്പോൾ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ആവും. അപ്പൊ അത് സോൾവ് ആയി. ഞാൻ വന്ന് രജിസ്റ്റർ ചെയ്യുന്ന സമയത്തിന് മുന്നേ ഗേറ്റിൽ വെച്ച് നമ്മൾ കണ്ടു. പക്ഷേ ഇത്തിരി ടൈം എടുത്തോണ്ടില്ലേ. ഞാനും ടെൻഷനായിരുന്നു. പിന്നെ ആള് പിന്നെ വെറുതെ എനിക്ക് വേണ്ടി ഏകദേശം 1 മണിക്കൂർ എടുക്കും. പക്ഷെ നമ്മളെ മലയാളികളെ കാണുമ്പോൾ ഒരു സന്തോഷം. എനിക്ക് ഈ പ്രാവശ്യം കൂടുതലാണ് മലയാളീസ്. കഴിഞ്ഞ തവണ ഞാൻ വേറൊരു പുള്ളി മാത്രം ഉണ്ടായിരുന്നു. അതെ അതെ, ഈ പ്രാവശ്യം ഇത്രയും കൂടുതൽ ആൾക്കാരുണ്ട്. എല്ലാവരും കാണാൻ പറ്റി. സന്തോഷമാണ്. ആകെ ഒരു 10-15 അത്രയും ഇല്ല തോന്നുന്നുണ്ട്. എന്നാലും ഉണ്ട്. അങ്ങനെ കുറവില്ല ആൾക്കാരുണ്ട്. അന്ന് 2 പേരുടെ കളിക്കുന്ന ആൾക്കാരില്ലേ. ആ ഒരു മലയാളികള് ഒരാളിൽ നിന്ന് 2 ആളിൽ നിന്ന് ഇപ്പൊ ഒരു 10-15 ആൾക്കാർ. അത് 50-100 ഇങ്ങനെ കിടന്നു. ആക്ച്വലി ബാംഗ്ലൂർ മൊത്തം നമ്മളിങ്ങനെ മലയാളികളെ കൊണ്ട് മറക്കണം. അല്ലെങ്കിൽ മലയാളി സാറ് ബാംഗ്ലൂർ മുഴുവനും. അതുകൊണ്ടാണ് ഞാൻ കന്നഡ പഠിക്കാൻ തോന്നുന്നത് കേട്ടോ. ഇവിടെ പ്രോഗ്രാം തുടങ്ങിയിട്ടല്ലോ. തുടങ്ങിയില്ല. റിഫ്രഷ്മെന്റ്സ് അല്ലേ വെച്ചാൽ തുടങ്ങി പ്രോഗ്രാം. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. 11 മണി സമയം 11:30 വേഗം കഴിക്കും. ഹായ്, നമുക്ക് ഇനിയും മലയാളി ക്രിയേറ്റേഴ്സ് മല്ലു കപ്പിൾ ഹായ് പറയൂ എല്ലാവരും. എന്തെന്റെ വിശേഷം? സുന്ദരമായിട്ട് സെറ്റായിട്ട് വന്നേക്കണമൊക്കെ. ഞങ്ങൾ പറയും ഞങ്ങളുടെ ഒരു കസിനുണ്ടായിരുന്നു. പുള്ളിക്കാരത്തിന് അതേ ടീച്ചറാണ്. അപ്പൊ എന്റെ ചേച്ചി പറയും അത്ഭുതപ്പെടാൻ പാടില്ല. ഞങ്ങളുടെ ഒരു കസിൻ ഉണ്ട്. ആ പുള്ളിക്കാരത്തിന്റെ സെയിം ടീച്ചർ. അപ്പൊ അങ്ങനെയാണ് ചേച്ചി എന്റെ ചേച്ചി റീൽ അയച്ചെന്നിട്ട് പറഞ്ഞാ ഈ പുള്ളിക്കാരത്തിന് പോലെ ഇല്ലേ. അപ്പൊ നമ്മൾ അതേ ടീച്ചർ. അതൊന്നും ഇവിടെ പറയില്ല. അതൊന്നും പറയില്ല. എല്ലാരും ഫുഡൊക്കെ കഴിച്ചു. എന്തിനാ വന്നത്? ഈ വെള്ളം കഴിച്ച് പെട്ടിട്ടില്ല. നിങ്ങൾക്ക് അറിയാം. ഇല്ലില്ല, അവിടെ കുറെ ഫോട്ടോസ് അങ്ങനെ little bit with you about Vertical Live. Some of you have been a part of the യെസ്. അങ്ങനെ നമ്മുടെ സെഷൻസ് ഫസ്റ്റ് മോർണിംഗ് സെഷൻ കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് 1 hour സെഷൻ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം എല്ലാവരും ലഞ്ച് ബ്രേക്ക്. എവരിബഡി ഹായ് എവരിബഡി. എല്ലാവരും ലഞ്ച് ബ്രേക്കിൽ നല്ല അടിപൊളി മട്ടൻ. ഞാൻ ഹൈദരാബാദി മട്ടൻ ബിരിയാണി കാണിച്ചിട്ടെ. ഇന്നത്തെ നമ്മളുടെ എന്തൊക്കെയുണ്ട് കഴിക്കാൻ കാണിച്ചിടേ. അപ്പോൾ ഫുഡിന് കുറച്ച് സാലഡ്സ്, ഫ്രഷ്ലി കട്ട് വെജിറ്റബിൾ സാലഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ റൈത്ത ഉണ്ടായിരുന്നു, വെജിറ്റബിൾ റൈത്ത. പിന്നെ നമ്മളുടെ കേർഡ് റൈസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനോടൊന്നും നമുക്ക് വലിയ താല്പര്യം തോന്നുന്നില്ല. ഞാൻ ഈ റൈത്ത മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ബിരിയാണി ഉണ്ടെന്ന് അവർ ഓൾറെഡി പറഞ്ഞായിരുന്നു. പിന്നെ ചെറിയ ഇങ്ങനത്തെ സ്റ്റഫ്ഡ് ബൺസ്, മസാല ബൺസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ മെയിൻ ഐറ്റത്തിലേക്ക് പോയി ഹൈദരാബാദി ബിരിയാണി ആയിരുന്നു കേട്ടോ. ഇതെന്താ സൂപ്പാണ്, അതൊന്നും ഞാൻ തിരിഞ്ഞു പോലും നോക്കിയില്ല. അതെ, അപ്പോൾ നല്ല യമ്മി ആയിട്ടുള്ള ഇത് ചില്ലി ചിക്കൻ പോലത്തെ സാധനമാണ്. ആൻഡ് ബിരിയാണി വാസ് അടിപൊളി. ഞാൻ 2 തവണ എടുത്ത് കഴിച്ചു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര യമ്മി ബിരിയാണി ആയിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് ഹൈദരാബാദി ബിരിയാണി ഉണ്ട്. പിന്നെ എന്തൊക്കെയോ ബ്രോക്കോളിയുടെ എന്തോ സാധനങ്ങളുണ്ട്. പിന്നെ എന്തൊക്കെയൊക്കെ ഉണ്ട്. എല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ. അപ്പം നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ബിരിയാണിയാണ് അല്ലേടാ. ബിരിയാണി ഒരുപടി ബിരിയാണി അല്ലേ? ഉണ്ട്. ഓ അതെ, എല്ലാവരും മൊത്തത്തിലൊരു കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ നമുക്ക് പയ്യെ കഴിച്ചു കൊടുക്കാം. അതൊക്കെ നല്ലത്. പറഞ്ഞോ. സോറി എടാ, ഞാൻ അറിഞ്ഞില്ലടാ. സോറി. അവൻ എന്താ പറയാൻ വന്നത്? മിസ്സായി പോയി. ഭയങ്കര പാടല്ലേ.
I mean, we gave you sandwiches. I know it's not much, but like we'll feed you again in an hour. we'll do this after lunch. No, but then after lunch, you see people will start napping. Like people who sit in the back. No? എങ്ങനെ ഉണ്ടായിരുന്നു ലഞ്ച്? Okay, we're starting the Q&A. Who are here can ask questions. ശോകം. You snooze, you lose. How was the food? Food was nice. Okay. Hindi, Kannada, Bengali, and Malayalam. And you might know him from his latest single released in September, Dheere. Does anybody know that song? Can we make some noise for the song? ഫസ്റ്റ് പെർഫോമൻസ് വന്നിട്ട് ശുഭം റോയുടെ ആയിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു, ഭയങ്കര അടിപൊളി വോയിസ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്, എനിക്ക് വോയിസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ മലയാളത്തിലും കന്നഡയിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ ആയിട്ട്, തമിഴില്ല ബംഗാളിയിലൊക്കെ കുറേ അടിപൊളി പാട്ടുകൾ പാടിയിട്ടുണ്ട്. ആൻഡ് നമ്മളെയും കൊണ്ട് ഇങ്ങനെ പാട്ടൊക്കെ പഠിച്ചിട്ട് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് പെർഫോമൻസ് വന്നിട്ട് വാസുകി വൈഭവ് എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റിൻ്റെ ആയിരുന്നു. കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന വൺ ഓഫ് ദി യംഗസ്റ്റ് കമ്പോസറാണ് പുള്ളിക്കാരൻ. ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കുറേ ഇങ്ങനെ കൂടെ നമ്മളെ കൊണ്ട് കുറേയൊക്കെ പാടിപ്പിച്ചു. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് ഇനി 1-2 ക്ലിപ്പ് ആകുമ്പോഴത്തേക്കും കാണാൻ വേണ്ടി പറ്റും. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. സോറി, കേക്ക് തൊണ്ടേ കുടിക്കുന്നത്. എന്താ നീ പറഞ്ഞത്? കേക്ക് തൊണ്ടേ കുടിക്കുന്നത്. നമ്മൾ കുറേ അധികം മലയാളീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കിലിരുന്ന് നമ്മളെല്ലാം കൂടി നല്ല അലമ്പായിരുന്നു കേട്ടോ. ബട്ട് സ്റ്റിൽ നല്ല ഫൺ ഉണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ കോഫിയും സ്നാക്സൊക്കെ കൊണ്ടുവന്നിരുന്ന് ഇതൊക്കെ കേട്ടോണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതെനിക്കറിയില്ല ചേട്ടാ. പിന്നെ ഇങ്ങനെ ക്രിയേറ്റേഴ്സിന് വേണ്ടിയുള്ള ബിങ്കോ കാർഡ് ഗെയിം ഉണ്ടായിരുന്നു. അതും അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് ഫുള്ള് ചെയ്യുന്നവർക്ക് ഇപ്പോൾ സ്പെഷ്യൽ പ്രൈസും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നെ കൊണ്ട് 4 ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ അതോടെ നമ്മളുടെ പ്രോഗ്രാം വൈൻഡപ്പ് ആയി ഓൾമോസ്റ്റ്. ഇവിടെ നമുക്കുണ്ടല്ലോ പുതിയതായിട്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ടിപ്സ് ആൻഡ് ട്രിക്സ് അല്ലടോ അവിടെ പറയുന്നത് നന്നായി ചിന്തിച്ചിട്ട് വേണം. ശുഭദിനം. കുറേ ടിപ്സ് നമുക്കിവിടെ എഴുതാം കേട്ടോ. എന്ത് വേണമെങ്കിലും എഴുതാം. അപ്പോൾ മറ്റുള്ള മീൻസ് ചെറിയ മൈക്രോ ക്രിയേറ്റേഴ്സ് വന്നിട്ട് അവർക്ക് അത് വായിച്ച് നമ്മളൊരു മോട്ടിവേഷന് വേണ്ടിയിട്ട്. ആൻഡ് ഇവിടെ എവിടെ പോയി ഇവിടെ എല്ലാവരും കൂടി നിങ്ങൾ എന്താ ഇവിടെ ചർച്ച ചെയ്യുന്നത്? അതെ ഞാനും. ഓ നൈസ് നൈസ്. നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗൂഗിൾ ഓഫീസിൽ വെച്ചിട്ട് പറയൂ എന്താന്ന് പറയൂ. ഓണാണ്. ചാനലിന്റെ പേര് പറഞ്ഞോ? എന്റെ ചാനലിന്റെ പേര് സെലിംസ് റെസിപ്പീസ് ആണ്. ഓൾ അബൌട്ട് ഫയർലെസ് കുക്കിംഗ് ഒക്കെയാണ്. ഞാനിന്ന് എന്റെ ഗോൾഡൻ പ്ലേ ബട്ടൺ ഗൂഗിൾ ഓഫീസിൽ അൺബോക്സ് ചെയ്യാൻ പോകുന്നു. ഓഹോ ഇതേ കണ്ടില്ലേ നമ്മൾ ഇരിക്കുന്നുണ്ടല്ലോ ഇവിടെ. നമ്മൾ ചിയർ ചെയ്യാൻ വേണ്ടി ഇരിക്കാം. ഇതെന്റെ ചാനൽ. എവിടെ ഹസ്ബൻഡ് എവിടെ പോടെ പോയി നിന്നോളോ? അയ്യോ നമ്മളിവിടെ എല്ലാ മലയാളി ക്രിയേറ്റേഴ്സും ഇവിടെ ഉണ്ട്. നമ്മൾ ഇവരുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്ത് ചിയർ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. എവിടെ ചേട്ടൻ?
ആ ചേട്ടൻ ഇവിടെ വാ, എടുത്തു തരാം. ഇപ്പൊ ഇതിന് കൂടെ പോയി നിൽക്ക്, ഞാൻ വീഡിയോ എടുത്തു തരാം. ഞാൻ എടുത്തു തരാം. വാ. പൊളിച്ച് പൊളിച്ച് മല്ലു അത് പൊളിച്ചവിടെ. എന്തോടെ പൊളിച്ചേ? ഗോൾഡൻ പ്ലേ ബട്ടൺ അറ്റ് ഗൂഗിൾ ഓഫീസ്. അടിപൊളി. സെലിൻസ് വസിയത്തി. അതെ. കൺഗ്രാറ്റുലേഷൻസ്. കൺഗ്രാറ്റുലേഷൻസ്. നമ്മളുടെ ഇവന്റ് ഒഫീഷ്യലി തീർന്നിരിക്കുകയാണ് അല്ലെ കുട്ടികളെ? അതെ അതെ, വീട്ടിൽ പോയാൽ മതി ഗൈസ്. അതുകൊണ്ട് നമ്മൾക്ക് അവര് ഗുഡീസ് തരുന്ന എങ്കിലും ഇറങ്ങിപ്പോയി. വലിയൊരു ഗുഡിയുണ്ട് ഇത് തുറക്കാൻ. എനിക്കറിയില്ല, യൂട്യൂബിന് ഇവന്റ് വരുമ്പോ ഏറ്റവും ആഗ്രഹം ഈ ഗുഡീസ്. എന്താ അറിയില്ല, ഈ കസ്റ്റമൈസ്ഡ് സാധനമാണല്ലോ ഈ യൂട്യൂബിൽ നിന്ന് ഇറങ്ങി എഴുതിയ കുറെ സാധനങ്ങളാണ്. ഭയങ്കര സന്തോഷം. ഇത് അതിനേക്കാളുണ്ടല്ലോ ഇന്ന് ഈ ചെറവറ ഈ സാധനം കണ്ടോ, ഭയങ്കര സംഭവം. അപ്പൊ അങ്ങനെ നമ്മൾ കഴിഞ്ഞുകൂടി നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ വിചാരിച്ചു. നടന്നിട്ടൊന്നുമില്ല, ഷോർട്സും റീൽസും ഒക്കെ. നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. ബാക്കി എല്ലാവരൊക്കെ വരട്ടെ, നോക്കാൻ ഇറങ്ങാം. എല്ലാവരുടെയും ഓഫീസിൽ നിന്ന് അവരടിച്ച് പുറത്താക്കിയപ്പോൾ ഞങ്ങൾ ബേസ്മെന്റിൽ വന്നിട്ട് കുറച്ച് റീൽസ് ഒക്കെ എടുക്കലായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. ഇതൊക്കെ കമ്മിങ് സൂൺ ആണ്. സ്റ്റേ ട്യൂൺഡ്. ഹായ് കുട്ടീസ്, നമ്മളിങ്ങനെ നമ്മളുടെ റീൽസ് എടുക്കൽ ഒക്കെ കഴിഞ്ഞില്ല. ഒന്നൊക്കെ എടുക്കുന്നുള്ളൂ. എല്ലാവരും കൂടി ഇവിടെ ഹലോ എല്ലാവരും പയ്യെ പയ്യെ പിരിഞ്ഞു പോകാൻ വേണ്ടിയുള്ള അതെ തിടുക്കത്തിലാണ് എവരിബഡി. എല്ലാവരും വിഷമത്തിലാണ്. നിങ്ങൾ ഇന്ന് 10 മണിക്ക് കൊണ്ടുവരാൻ ഞാൻ വിളിക്കാനാണ്. നീ വന്നോ? നിന്നെ വിളിച്ചതല്ലേ? ഓൾവേസ് വെൽക്കം എന്റെ വീട്ടിലേക്ക്. എന്റെ വീട് ഇവിടെ അടുത്ത് കൂടി. നമ്മൾ വീവേഴ്സാണ്. ഉറപ്പായിട്ടും കൊറേ ബാംഗ്ലൂരിൽ മനസ്സുഖം. അത് തന്നെ. അപ്പൊ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ ട്രാവൽ പ്ലാൻ പറയൂ? ഭർത്താവുള്ളവരൊക്കെ കാറിൽ നാളെ പോകാം. അപ്പൊ എല്ലാരും കൂടി ചേർന്ന് ഹായ് പറയൂ. ഹായ് പറയൂ. ഹലോ. ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാനും ഷെൽമിയും ഷെൽമിയുടെ ഹസ്ബൻഡും. ചേട്ടാ ഇരുട്ടാണോ തന്നെ ശരിക്കും കാണുന്നത്? അതിനുള്ള പണിയാണ് കാണിച്ചത്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് ക്യാബ് കിട്ടി. അപ്പൊ എന്റെ വീട്ടിലേക്ക് പോണ വഴിയാണ് ഒരു റെയിൽവേ സ്റ്റേഷൻ. അവർക്ക് ഇന്ന് സ്റ്റേഷൻ ലൈക്ക് ട്രെയിനാണ് 7:30. അപ്പൊ നമ്മൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ പെരുമ്പയിൽ ഇങ്ങനെ ഇറക്കി വിടാം. ഞാൻ പറയാതെ രാവിലെ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു. ഇന്നലെ എനിക്ക് വിളിക്കണം എന്നുള്ളത്, പക്ഷെ തിരക്കിലായി പോയി. അല്ലെങ്കിൽ വീട്ടിൽ വന്ന് ചേഞ്ച് ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ അടുത്താണുള്ളത്. റെയിൽവേ സ്റ്റേഷനൊന്നും അടുത്തല്ല. നമ്മൾ ഇവിടെ വന്നിട്ടാണ് വീട്ടിൽ വരുന്നത്. അല്ല അത് കുഴപ്പമില്ല. ഞാനും ഇത്തിരി തിരക്കിൽ പെട്ടു. അതാണ് ഇന്നലെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഓട്ടത്തിന്റെ ഇടയിൽ ഓർത്ത് ഷെൽമി വരുന്നുണ്ടോ ചോദിക്കണം. ഇന്നലെ നല്ലൊരു ഈവന്റും മിസ് ചെയ്യേണ്ടി വന്നു. കോഴിക്കോട് നല്ല അടിപൊളി പ്രോഗ്രാം നടക്കണ്ടായിരുന്നു. ഒരു ഈവന്റ് അതും മിസ് ചെയ്തു. ഇനിയിപ്പോ വരുമല്ലോ നമ്മള് വീണ്ടും ബാംഗ്ലൂർ വരുമല്ലോ. നമ്മള് യൂട്യൂബേഴ്സ് ആയി ഇരിക്കുന്ന കാലം തൊട്ട് ഈ ഒരു പരിപാടി തന്നെയാണ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പൊ നെക്സ്റ്റ് ടൈം വീട്ടിലേക്ക് വരും കേട്ടോ. വരുമ്പോ അങ്ങോട്ടും വരാം ഉറപ്പായിട്ടും. ഇറങ്ങണതിന്റെ ഒരു വീഡിയോ ചേട്ടാ ബൈ. എത്തുമ്പോ പറയട്ടാ. ബൈ എത്തിയിട്ട് അറിയിക്കാം. ഓക്കെ ബൈ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിരിക്കുകയാണ് അല്ലേ? അപ്പൊ നമുക്ക് യൂട്യൂബിൽ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ആണ് ഈ പ്രാവശ്യം ഇത്രയും വലിയ പെട്ടിക്കകത്ത് നമുക്ക് നോക്കണ്ടേ. അത്ര നല്ല സാധനമൊക്കെ ഉണ്ടോന്ന് നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇത്രയും സൂക്ഷ്മതയോടെ അറിയില്ല. നമുക്ക് നോക്കട്ടെ. ബ്രോ അവിടെ വെക്കല്ലേ? തുറക്കട്ടെ ചേട്ടാ, തുറക്കട്ടെ. ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. കുറേ സാധനങ്ങളുണ്ട്. നോക്കട്ടെ. ഒരു കൺഗ്രാറ്റുലേഷൻസ്. യുവർ എനർജി, enthusiasm and participation truly made you stand out എന്നൊക്കെ പറഞ്ഞൊരു അപ്രീസിയേഷൻ ബാഗ്. നോക്കട്ടെ ഓരോന്നായിട്ട് നോക്കട്ടെ. ഒരു ട്രാൻസ്പെറന്റ് ബാഗ് അത് കൊള്ളാട്ടോ. ഒന്ന് നോക്കട്ടെ. ഇത് ബാഗിനുണ്ട്. അത് അടിപൊളി സ്ലിം ബാഗ്.
ഓക്കെ ബൈ എവരിബഡി, സീ യു നെക്സ്റ്റ് ടൈം. ഇത് എന്റെ ബ്ലോഗിംഗ് ചാനൽ. ഇത് 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 ഞാൻ ഉദ്ദേശിച്ച സാധനമാണോ നോക്കട്ടെ. ഒരു മൊബൈൽ ആക്സസറി ആണ്. ഞാൻ ഉദ്ദേശിച്ച സാധനമാണെങ്കിൽ ഇതാണ്. നോക്കൂ, ഈ സാധനം എന്താ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത് ഞാൻ വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുന്നതായിരുന്നു ആക്ച്വലി. ഇത് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് മൈക്കായിട്ട് നമ്മുടെ ഫോണിൽ നമ്മൾ ബ്ലോഗ് ചെയ്യില്ലേ, അപ്പൊ ഇത് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്തിട്ട് നമ്മളെ ഡ്രസ്സ് കണ്ടിട്ട് മൈക്ക്. ഞാൻ ആക്ച്വലി ഇത് വാങ്ങിക്കണമെന്ന് വിചാരിച്ചോണ്ടിരുന്ന സാധനമാണ് കേട്ടോ. അപ്പൊ യൂട്യൂബ് ഒരു മുത്തായി മാറിക്കൊണ്ടിരിക്കുന്ന. അപ്പൊ ഇത് എനിക്ക് ഗിഫ്റ്റ്. ഇത് ഞാൻ ആഡ് ടു കാർട്ട് വെച്ചേക്കാണ്. അത് യൂട്യൂബ് ബാഗ്. ഇത് ഞാൻ ആക്ച്വലി ഏകദേശം ഇതുപോലത്തെ സാധനം എന്റെ കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് 2 എണ്ണം ഉള്ളതാണെന്നാണ്. ഇത് ധാരാളം. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പൊ ചില സമയത്ത് പുറത്ത് പോകുമ്പോൾ വ്ളോഗ് ചെയ്യുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് പറയില്ല. അപ്പൊ നമുക്ക് മൈക്കായി ഇവന് ഭയങ്കര ചക്കരയായി മാറിക്കൊണ്ടിരിക്കണ്ടേ. നോക്കട്ടെ ചക്കര. ഇനി അടുത്തത് എന്താ നോക്കട്ടെ. LED പവർ അഡാപ്റ്റർ ലൈറ്റ്. തുറന്നു നോക്കാം മക്കളെ. ഇതിന്റെ ആയിരിക്കും അല്ലെ? ഇതിന്റെയാണ്. സോറിടാ. ഇതിന്റെ ഇവിടെ ഒരു വലിയ യൂട്യൂബിന്റെ ലോഗോ. കാണിച്ചുതരാം പപ്പി. ഇത് ലോഗോ, യൂട്യൂബ് ലോഗോ. ലൈറ്റിലൊക്കെ ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ സാധനം. അപ്പൊ ഞാൻ ഓണാക്കൂടാ. യൂട്യൂബ് ലോഗോ കൊള്ളാമോടാ? ഉണ്ണിക്കുട്ടി നോക്കിടാ. കൊള്ളാല്ലേ? അപ്പൊ മറ്റേ ബാഗ് ഉണ്ട് എന്റെ. ബാഗ് ആൻഡ് ഓൾസോ ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ വർഷത്തെ ഗിഫ്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇറ്റ്സ് കൈൻഡ് ഓഫ് വെരി യൂസ്ഫുൾ ആയിട്ട് വാങ്ങിക്കാൻ വേണ്ടിട്ട്. ഇത് വെച്ചിട്ട് എനിക്ക് സംസാരിക്കാം, ഫോണിൽ വെച്ച് നമുക്ക് സംസാരിക്കാം. അപ്പൊ താങ്ക് യു സോ മച്ച്. ഏതാ ലൈറ്റ് നോക്കി ഇടപെട്ട് സൂക്ഷിച്ചു കേട്ടോ. നോക്കിയ പോലെ. അപ്പൊ ഇതാണ് നമ്മളുടെ ഈ പ്രാവശ്യത്തെ യൂട്യൂബിന്റെ ഇവന്റിൽ നിന്ന്. ഓഫ് ആണോ? ഓഫ് ആക്കിക്കോ. അപ്പൊ ഇത് 3 ഗിഫ്റ്റ് ആണ് നമുക്ക് ഈ പ്രാവശ്യം യൂട്യൂബിന്റെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിരുന്നത് കേട്ടോ. താങ്ക് യു സോ മച്ച് യൂട്യൂബ് വൺസ് അഗൈൻ. പിന്നെ ഇവന്റ് ആസ്വദിച്ച് ഇച്ചിരി ഡള്ളായിരുന്നു. ഇവന്റ് കുറച്ച് ഡള്ളായിരുന്നു, ബോറിംഗ് ആയിരുന്നു. യൂട്യൂബിന്റെ വേർട്ടിക്കൽ ലൈവിനെ പറ്റിയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ഒരു ഫുൾ ഡേ ഒക്കെ പിടിച്ചിരുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ നമ്മുടെ ഡൗട്ട്. ശരിയാണ്, ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ യൂട്യൂബ് വേർട്ടിക്കൽ ലൈവിന്റെ ഗുണങ്ങൾ അതങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. അതിന്റെ കാര്യങ്ങളും അതിന്റെ ഫീച്ചേഴ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പ് അത് ഫുൾ ഡേ ഒന്നും വേണമായിരുന്നോ എന്ന് വെച്ചാൽ കുറച്ച് കൂടുതലായിരുന്നു. 10:30 തൊട്ട് 6 മണി വരെ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചധികം ലാഗിങ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ പെർഫോമൻസും കാര്യങ്ങളും ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പൊ അതാണ്. അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പൊ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. അത് അടിപൊളിയായിരുന്നു. നമ്മുടെ മലയാളി ക്രിയേറ്റേഴ്സ് കുറെ പേരുണ്ടായിരുന്നു. വേറെ കുറെ ക്രിയേറ്റേഴ്സിനെ പരിചയപ്പെടാൻ പറ്റി. ആസ് യൂഷ്വൽ നെറ്റ്വർക്കിംഗ് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്ത വർഷം ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു യൂട്യൂബ് ക്രിയേറ്റർ കളക്റ്റീവ്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you so much. Bye bye.